വിയറ്റ്നാം മാൾട്ടാ, അതായത് പച്ചയില് മധുരമുള്ള മുസാമ്പി. ഒന്ന് കട്ട് ചെയ്ത് നോട്ടെ. അപ്പോൾ ഇത്രയും വലിപ്പം മതി ഇത് പറിച്ചെടുക്കാൻ അല്ലേ? പച്ചല നമുക്ക് കഴിക്കാൻ പറ്റും, മധുരം ഉണ്ടാവും. ഇത് നല്ല പൗത്ത് നല്ല മധുരമാണ്. ഇപ്പോൾ ഇങ്ങനെ മധുരങ്ങൾ ടേസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മധുരമുണ്ട്. ബാരിവൺ മാൾട്ടയുടെ കാഴ്ച തൈക്കളിടാ, എല്ലാത്തും നല്ല കടവണ്ണുള്ള തൈക്കളാണ്. നല്ല തൈകൾ ഇതൊക്കെ 800 രൂപ വരുന്നത്. 800 രൂപ അല്ലേ? നല്ല സൈസിൻ്റെ കട സൈസുള്ള. ഇതിപ്പോൾ നിങ്ങൾ എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും കേട്ടോ. ഈ സാധനം അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ ഉണ്ട്, എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും. ഇത് വില കുറവ്. ഇത് ഏതത്? ഇത് വിയറ്റ്നാം മാൾട്ട അല്ലേ? അത് 350. ഒരുവിധം ഇത് ഉണ്ടോ? ഇതുമൊക്കെ കായുണ്ട് കേട്ടോ. നാം ഡോക്ടർ മായയുടെ ഏകദേശം ഒരു 10 അടി മേലുള്ള തൈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കും കൊടുക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള തൈക്കളാണ്. അമർപ്പാളി ഫ്രീ ആയിട്ട് കിട്ടും, നാംഡോക്യുമായി ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ വേറെ ഏതാണ്? ലെമൺ വെറൈറ്റീസ് കണ്ട ഇഷ്ടംപോലെ ഉണ്ട് തൈക്കൾ ഇവിടെ. വിയറ്റ്നാം മാൾട്ട അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പുള്ളി പറയണത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് തൈ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് അറിയിക്കുക. കമന്റ് ആണ് നമ്മൾ നോക്കുക. ഇത് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു മാവാണ് കസ്തൂരി. എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? ഇത് 2 വർഷം എടുക്കും. ഇത് നല്ല ബ്ലാക്ക് കളറുള്ള നല്ല മധുരമുള്ള മാങ്ങ. ബ്ലാക്ക് മാംഗോ നമ്മളവിടെ കായ്ക്കൂല, നന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ്. ധൈര്യപ്പെട്ടെടുക്കുക. ഇത് യെല്ലോ മാൾട്ട. യെല്ലോ മാൾട്ട അല്ല? യെല്ലോ മാൾട്ട അത് കായ പിടിച്ചതായിരിക്കും കേട്ടോ. യെല്ലോ മാൾട്ട എന്ന് പറഞ്ഞാൽ ഇത് വലിയതായിരിക്കും, ഇതിപ്പോൾ ചെറുതാണ്. നല്ല വലിപ്പമുള്ള മഞ്ഞ കളറ്, നല്ല മുസമ്പി എവിടെയൊക്കെ വീണെടുക്കുന്നുണ്ട് അടിയിൽ. വലിയതായിക്കില്ല, അതിന്റെ കടവണ്ണം കണ്ട. ഒരുപാട് കായുണ്ടായിരുന്നു, ലോഡ് ഇറങ്ങിയപ്പോൾ കുറച്ചൊക്കെ ചാടിപ്പോയി. ഇപ്പൊ ഇത് അടുത്ത ഫ്ലവർ. ഇത് ശരിക്കും എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? അടുത്ത ഫ്ലവർ ഇനി വന്നോണ്ട്. സീസൺ ഉണ്ട് ഇതിന്? സീസൺ വർഷത്തിൽ 2 വട്ടം 3 വട്ടം കായ്ക്കും. നമ്മുടെ നാട്ടിൽ എന്തായാലും കായ്ക്കും അല്ലേ? ഇതാണ് റെഡ് ജാക്കറ്റാ. സിദ്ധു അല്ലേ ഇത്? ഇതിന്റെ വില അറിയോ? ഇതിന്റെ 40 രൂപ തൊട്ട് അതിന്റെ വില. അതെ, ആ തൈ ഒന്ന് കാണിച്ചത്. ഇത്ര ഉണ്ട് തൈ 40 രൂപയുടെ പ്ലാവ്. നമ്മൾ ബെയർ ആപ്പിളിലുള്ള വെറൈറ്റീസ് ആണ്. ഇതിൽ നൂറാനി എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്, അത് 2 എടുത്തത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വലിപ്പം, ഏകദേശം 200 ഗ്രാം തൂക്കം വരും എന്ന് പറയുന്നത്. ആപ്പിൾ സൈസ് വരുന്ന. പിന്നെ ചെറിയൊരു റെഡ് ഇങ്ങനെ പൂശിയമാരുണ്ടാവും. നമ്മുടെ നാട്ടിൽ എന്തായാലും കായ്ക്കും എന്നാണ് പുള്ളി പറയുന്നത്. ഇതൊക്കെ നിസ്സാരമല്ല, 50 രൂപ ഉള്ളൂ. നമസ്കാരം, ഞാനിന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ കുന്നപ്പള്ളി വായനശാല എന്ന് പറയുന്ന സ്ഥലം ഈ പെരിന്തൽമണ്ണക്ക് അടുത്തിട്ടാണ്. നമ്മളെ ഷെരീഫിൻ്റെ ഗാർഡനിലാണ്. ഷെരീഫിൻ്റെ ഗാർഡനിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നേരിട്ട് കൽക്കട്ടയിൽ നിന്ന് പ്ലാന്റുകൾ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ. ഹോൾസെയിൽ ഉണ്ട്, എല്ലാ നഴ്സറിക്കാർക്കും കേരളത്തിലോട്ട് എവിടെ വേണമെങ്കിലും എത്തിച്ചേരും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പ്ലാന്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ പ്ലാന്റുകൾ നിങ്ങൾക്ക് വീട്ടിലോട്ട് എത്തിച്ചേരുകയും ചെയ്യും കേട്ടോ. കൊറിയറുണ്ട്, ചെറിയ ചെറിയ രീതിയിൽ കൊറിയറുണ്ട്, പക്ഷേ കൂടുതലും വലിയ ചെടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ചെടികളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണുന്നത്. കൂടെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് തൈകൾ നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് തൈക്കളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരിക്കണൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ചെടികളാണ് ഇത് മൊത്തം. പിന്നെ നല്ല നോക്കിയിട്ട് നമ്മൾ എടുക്കുള്ളൂ. അതായത് ഇപ്പോൾ ഇവര് ചെയ്യുന്ന വെച്ചാലേ കൽക്കട്ടയിൽ നിന്ന് നേരിട്ട് പോയി അവിടെ നിന്ന് ട്രക്കിന് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് ആണ്. മദർ പ്ലാന്റ് കണ്ട് നമുക്ക് മൊത്തം കൽക്കത്തിന് മൊത്തം നമുക്ക് വിസർജിച്ചെടുക്കാൻ പറ്റില്ല. മദർ പ്ലാന്റ് കണ്ട് നമുക്ക് അത്രയും ബോധ്യപ്പെട്ട പ്ലാന്റ് മാത്രം നമുക്ക് എടുക്കാം. കറക്റ്റ് ഒന്ന് നേരിട്ട് വരുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് നമ്മൾ പെരുന്നടന്ന് പട്ടാമ്പി റോഡ് കുന്നപ്പള്ളി വായനശാല. അതിന് ഗൂഗിൾ മാപ്പിൽ ഗ്രീൻ വില്ലേജ് എക്സോട്ടിക് അടിച്ചാൽ കിട്ടും. അതിനിപ്പോൾ ഇങ്ങോട്ട് വരണമെന്നില്ല കേട്ടോ, കാരണം ഇവർ ഏത് പ്ലാന്റ് വേണമെങ്കിലും ഇപ്പോൾ ഒരു പ്ലാന്റ് ആണെങ്കിലും ഇവർ മാക്സിമം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും. കൂടുതലും ഇവിടെ വരുന്നത് നഴ്സറിക്കാരാണ്. എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം കണ്ട ഹോൾസെയിൽ ആണ് കൂടുതൽ പോകണം ഇവിടെ നിന്ന്. ആ ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഈ പാകിസ്ഥാൻ മാൾട്ട, യെല്ലോ മാൾട്ടൊക്കെയാണ്. അതൊക്കെ എന്തായാലും നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ഉറപ്പുള്ള ചെടികളാണ് കൂടുതലും ഇവിടെ ഉള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഇവൻ്റെ കുറയ്ക്കിനോട് ശരിയാക്കി തരണം. വാ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? ഇത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ഇത് പാകിസ്ഥാൻ മാൾട്ട. ഇത് കായ പിടിച്ച തൈക്കളിടാ. ഒരു 4.5 അടി 5 അടി ഉള്ള നല്ല കടവണ്ണുള്ള തൈക്കളാണ്. ഇതൊക്കെ 800 രൂപ നമ്മൾ കൊടുക്കാം. 800 രൂപയാണ് ഇതിൻ്റെ വില. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരണ്ട. കേരളത്തിലാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇല്ലാതെ എറണാകുളം വരെ. പിന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ നമ്മൾ സപ്ലൈ ഉണ്ട്. കണ്ണൂർ കേരളത്തിലോട്ട് എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുക. ഇന്ത്യയിലോട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കൊറിയർ മറ്റുള്ള ഈ പറയാ വണ്ടി സർവീസുകളുണ്ട്, അതിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒന്നും ഇവർ ഈടാക്കുന്നില്ല. ഇത് യെല്ലോ മാൾട്ട അല്ല? യെല്ലോ മാൾട്ട അത് കായ പിടിച്ച തൈകൾ കേട്ടോ. ഇത് എത്ര വരുന്നുണ്ട് ഈ ചെടി? ഇതൊക്കെ 800 രൂപ. ഇതൊക്കെ തന്നെ. പിന്നെ ഇവിടെ നമ്മൾ റെഡ് ഡയമണ്ട് പേരല്ലേ ഇത്? ഇത് കുറേ പേരകളുണ്ട്. ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നാണ്. നഴ്സറിക്കാർക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാറ്റിവെച്ച തൈക്കളാണ് കേട്ടോ. ഇതല്ലാണ്ട് അകത്ത് തൈക്കളുണ്ട്. ഇതിൽ റെഡ് ഡയമണ്ട് ഉണ്ട്, VNR ഉണ്ട്, തായ്പിങ് ഉണ്ട്, കുറേ പേരകളുണ്ട്. ഏകദേശം 4.5 അടി 5 അടി ഹൈറ്റുള്ള തൈക്കൾ നിസ്സാര വിലയുള്ളൂ. എന്ത് വില വരുന്നുണ്ട് ഇതൊക്കെ? 150 രൂപയ്ക്കുള്ളൂ. തൈകൾ നോക്കി മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. തൈകൾ കാണുമ്പോൾ നമുക്ക് ആൾക്കാർ വാങ്ങുന്ന രൂപത്തിലുള്ള തൈകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്.
പിന്നെ നമ്മൾ ചെയ്യുന്ന തൈകളുണ്ട്, ഗ്രാഫ്റ്റിങ്ങും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ സൈക്കിൾ ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന തൈകളാണ് ഇതൊക്കെ ഈ പാകിസ്ഥാൻ മാൾട്ട, വിയറ്റ്നാം മാൾട്ട, എല്ലോ മാൾട്ട ഒക്കെ ഉണ്ട്. ഇത് എല്ലാത്തുമേ ഒരുവിധം എല്ലാത്തുമേ കായകളുള്ള തൈകളാണ്. നല്ല തൈകളുള്ള അല്ല. ഇപ്പൊ വന്ന ചെറിയൊരു ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. അത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു 2-3-4 ദിവസം എടുക്കും. ഇതുണ്ടാവും, അത് ഇന്നും മഴ പെയ്തിട്ടില്ല. ഉച്ച നമ്മൾ നനവിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അത് മാത്രമല്ല മണ്ണല്ലേ, ചെളിയാണ്. അതിന്റെ ഒരു ഇപ്പൊ നമ്മൾ കവർ മാറ്റാൻ ഇപ്പൊ ഫുള്ള് ബുക്കിംഗ് ആയത്, ഏകദേശം ചെലവാവുണ്ട് കൊടുത്താണല്ലേ. അതുകൊണ്ടാണ് പിന്നെ കവർ മാറ്റാൻ. ഇപ്പൊ നമുക്ക് ഈ ബാക്കിലൂടെ അങ്ങ് പോകട്ടെ. ഇതെന്താ? ഇതൊക്കെ ചെറിയ വില കുറച്ച് 40 റുപ്യ. 40 രൂപ പേരാ? അതെടുത്ത് ഒരെണ്ണെടുത്ത്. എന്ത് പേരാണത്? ഇത് മറ്റേ VNR 40 രൂപ കേട്ടത്. കായുള്ള പേരാ, വെറും 40 രൂപ. ചെറിയ വിലക്ക്. ഇത് ഹോൾസെയിൽ അല്ല കേട്ടോ, റീറ്റെയിലാണ് പറഞ്ഞു. ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വില പറയും. ഇത് പാകിസ്ഥാൻ മൾബറിയാണ്. ഏതാ നീളത്തിലുള്ള? അതെ, ഇതും ഇപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ? ഇതൊക്കെ എങ്ങനെ വില? 100 രൂപ. ഏതാ നീളത്തിലുള്ള ഫിംഗർ? അതെ, റെഡ് ആണത് അല്ല യെല്ലോ? 100 രൂപയുടെ തൈ. ഇതുണ്ടോ? ക്രാഫ്റ്റ് തൈ. കവർ മാറ്റിയില്ല കേട്ടോ, ഇത്ര വില കുറവ്. ഇപ്പൊ എടുക്കണതാണ് നല്ലത്. കവർ മാറ്റി കഴിഞ്ഞാൽ ഇവര് പറഞ്ഞ വില മാറ്റി. മൾബറാണ്, വേഗം വലുതാവും. 6 മാസം 8 മാസം കൊണ്ട് കായ പിടിക്കും. ഇതിന്റെ അകത്തൂടെ അങ്ങോട്ട് പോട്ടെ. അകത്ത് കുറേ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതേത് മാവ്? ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. കാട്ടുമാവല്ലേ? പിന്നെ ഇതാണ് കിങ് കോങ് എന്ന് പറയുന്ന ചാമ്പ അല്ലേ? കിങ് കോങ് ചാമ്പ. ഇതെങ്ങനെ വില? 150 രൂപ ലെയർ. ഇതിന്റെ കുറെ തൈക്കളുണ്ട്. ഇത് നമ്മളെ 40 റുപ്യന്റെ പറഞ്ഞല്ലേ? 40 രൂപയുടെ പേര. ഇതാണ് റെഡ് ജാക്കറ്റാ, സിദ്ധു അല്ലേ ഇത്? ഇതിന്റെ വില അറിയോ? ഇതിന്റെ 40 രൂപ ഉള്ളൂ അതിന്റെ വില. അതെ, ആ തൈ ഒന്ന് കാണിച്ചത്. ഇത്ര ഉണ്ട് തൈ. 40 രൂപയുടെ പ്ലാവ്. നഴ്സറിക്കാർക്കാണെങ്കിൽ ഇനിയും കുറയും. ഇത് നമുക്ക് 50 രൂപ കൊടുക്കണം. 50 രൂപ. ഇത് എന്താ സാധനം? ഇത് ബാരിവൺ മാൾട്ട. 50 രൂപ. പിന്നെ ഇത് പാകിസ്ഥാന്. ഇത് മറ്റേ ജംബോ മാൾട്ട. ജംബോ മാൾട്ട ഇത് 80 രൂപ. ജംബോ ഇത് പുതിയ വെറൈറ്റി വരുന്നതാണ്. പിന്നെ ഇവിടെ സൂറിനാം ചെറി ഒക്കെ ഉണ്ട്. കവർ മാറ്റിയതാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. ഇതാണ് വേരിഗേറ്റഡ് ചാമ്പ. നല്ല ടേസ്റ്റുള്ള ചാമ്പയാണ്. നമ്മളെ നാട്ടില് അധികം കണ്ടിട്ടില്ല. കവർ മാറ്റാതെ നമ്മൾ 120 രൂപ. 120 രൂപ. മാറ്റി നമ്മൾ 150. പിന്നെ ഇത് നമ്മള് ജപ്പാന്റെ റെഡ് ഡയമണ്ട്. ഇതിന് വൈറ്റും ഉണ്ട്, വൈറ്റ് ഡയമണ്ടും ഉണ്ട്, റെഡ് ഡയമണ്ടും ഉണ്ട്. ഈ ലെവലിൽ നമ്മൾ കൊടുക്കുന്നത് 150 റുപ്യ. കവർ മാറ്റാം. 150 രൂപ ഉള്ളൂ. ഏകദേശം ഒരു 4 അടിയൊക്കെയുള്ള നല്ല കരുത്തിലെ തൈകളാണ്. അതെന്ന് വെച്ചാൽ ഇത് നമ്മളെ ഇല വന്നപ്പോൾ പോയതാണ്. ഇതിപ്പോ തലപ്പ് കട്ട് ചെയ്തൊക്കെ ബ്രാഞ്ച് വരും. എല്ലാത്തിനും ബ്രാഞ്ച് വരും. ഒക്കെ നല്ല തൈകളാണ്. കവർ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റേറ്റ് കൂടും. ഇത് കഴിഞ്ഞ ദിവസം വന്നതുകൊണ്ട് കുറച്ച് ക്ഷീണമുണ്ട്. അതിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ശരി. ഇത് അമ്പഴം. ഇതൊക്കെ നമ്മൾ 150 റുപ്യ ഈ ലെവലിൽ നമ്മൾ കൊടുക്കും. 150 രൂപ. ഇത് വെച്ചാൽ അമ്പഴത്തിന് പൊതുവെ അങ്ങനെ നമ്മൾ സ്ഥലം മാറ്റി വരുമ്പോൾ ഇല പോകും. ഇതിപ്പോൾ കവറിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തളിരും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ചെറിയ വിലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ? ഇത് നാരക. അത് നാരക. ഇതൊക്കെ 30 റുപ്യ. 30 രൂപ. ഒന്നെടുത്ത് പൊക്കി വരണം. ഇത് കൽക്കട്ട പാട്ടി ലെമൺ. 30 രൂപ. നിറയെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നിറയെ കായ്ക്കും. പിന്നെ നല്ല നമ്മൾ ഈ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാലേ കൊലകൊലയായിട്ട് ഉണ്ടാവും കൽക്കട്ട പാട്ടി ലെമൺ. പിന്നെ വിയറ്റ്നാം സൂപ്പർ 100 രൂപയുടെ വിയറ്റ്നാം സൂപ്പർ എർലി. പിന്നെ അതൊക്കെ കുരുമുളക്. ഇതിപ്പോൾ ഇല കൊഴിഞ്ഞെന്ന് വെച്ചാൽ വന്ന ക്ഷീണം ഉണ്ട്. ഇനി രണ്ടാമത് ഇല വരും ഇതിന്. കൽക്കട്ടയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ പ്ലാന്റ്സ് ഒക്കെ മൊത്തം ഇങ്ങനെ ആയിരിക്കും. ഇതൊക്കെ വില കുറഞ്ഞു. ഇതൊക്കെ 80 റുപ്യ. ഇത് റെഡ് നെല്ലിയാണ്. റെഡ് നെല്ലി. ഇതൊക്കെ ചെറിയ വിലക്ക് 80 റുപ്യ കൊടുത്താണ്. ചെറിയ വിലക്ക് വാങ്ങാനവർക്ക്. ഇതൊക്കെ ഒരു മാറ്റി കഴിഞ്ഞാൽ നെല്ലിയൊക്കെ വേഗം പെട്ടെന്ന് ബുഷായിട്ട് വരും. ഇത് പിന്നെ പുതിയ വെറൈറ്റി, അതായത് ബ്ലഡ് ഓറഞ്ച്. ഉള്ളു നല്ല ചോര കളർ വരുന്ന ഓറഞ്ച് ആണത്. ബ്ലഡ് ഓറഞ്ച്. അതെ, ഉള്ളു നല്ല ചോര കളർ മാറിയിട്ടുണ്ട്. കായ പിടിച്ച പ്ലാന്റുകളാണ്. ഒരുവിധം എല്ലാത്തുമ്മേ കായ ഉണ്ട്. ഇത് വലിപ്പം വരുമോ? ഇത് വലിപ്പം വരില്ല. ഇത് ഇത് റേറ്റ് ഉണ്ട്. ഇത് 500 രൂപ വരും. അതെ, 500 രൂപ വരും. പുതിയ ചെറിയ തൈ 100 റുപ്യുണ്ട്. 100 രൂപന്റെ ചെറിയ തൈകളുണ്ട്. ഇത് ഏകദേശം ഒരു 2 അടി 3 അടിയൊക്കെ ഹൈറ്റുള്ള തൈകളാണ്. ഇത് ബുഷായിട്ട്. ഇത് എങ്ങനെ സീസൺ ഉണ്ട്? സീസൺ ഉണ്ട്. ഇത് ബുഷായിട്ട്, അതായത് ചെടിയും നമ്മൾ ബുഷായിട്ട് ഇങ്ങനെ കാണാനും ഭംഗിയാണ്. ഉയരം വെക്കില്ല. പടർന്ന് പിടിച്ച് നല്ല ബുഷായിട്ട് വരും. ഇത് കണ്ടത് ഫുള്ള് നിറയെ കായല്ല. ബ്ലഡ് ഓറഞ്ച് പറഞ്ഞ പുതിയൊരു വെറൈറ്റി ആണ്. ഇവിടെ ഒരു സാധനം. ഇത് ഇത് മറ്റേ വിയറ്റ്നാം മാൾട്ട. 100 രൂപ ചെറിയ വിലക്ക് നമുക്ക് കൊടുക്കാം. നോക്കിയാ ഒന്ന് പൊക്കിയത്. 100 രൂപ. അതെ, കായ പിടിച്ചത് കേട്ടോ വിയറ്റ്നാം മാൾട്ട. നല്ല തൈകളാണ്. വിയറ്റ്നാം നോട്ടെ നല്ല വലിപ്പം വരില്ലത്. ഇതൊക്കെ ട്രോപ്പിക്കലുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തായാലും കായ്ക്കുന്ന ചെടികളാണത്. ഇതാ പാകിസ്ഥാൻ മാൾട്ട. ഇതും ഏകദേശം ഇതുമൊക്കെ കായ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ. കായ പിടിച്ച തൈക്കളിന് ഒരു 3 അടി 3.5 അടി ഹൈറ്റുള്ള തൈക്കളാണ്. 200 രൂപ ഉള്ളൂ പാകിസ്ഥാൻ മാൾട്ട.
അത് കവർ മാറ്റിയിട്ടില്ല, അതാണ് ഈ 200 രൂപ കേട്ടോ. കവർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വില കൂടും. പിന്നെ ഇത് 150 റുപ്യൻ്റെ റെഡ് ജാക്ക്. ഇത് സിദ്ധു ആണത്? സിദ്ധു ആണ്. 150 രൂപ. ഇതൊക്കെ എത്ര കൊല്ലം കൊണ്ട് കഴിക്കും? ഇത് 3 കൊല്ലം. 3 വർഷം പിടിക്കുന്നത് കഴിക്കാം. ഇത് 40 രൂപൻ്റെ വിയറ്റ്നാം സൂപ്പർ. ചെറിയ വിലക്ക് വാങ്ങി വെക്കുന്നവർക്ക് 40 രൂപ. ഇപ്പോൾ ഇല പോയി നോക്കണ്ട, ഇലക്ക് പുതിയത് വരും. നമ്മൾ കവർ മാറ്റാതെ നമ്മൾ കൊടുക്കണം 40 രൂപ. കവർ മാറ്റി കഴിഞ്ഞാൽ വില കൂടും. അതിനിവിടെ ഡ്രാഗണിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് ജംബോ റെഡ് ആണത്. ജംബോ റെഡ് നല്ല വലിപ്പം വരും, പിന്നെ നല്ല ഉള്ളു നല്ല റെഡ് ആയിരിക്കും. ഇതൊക്കെ എത്ര വില? ഇതൊക്കെ 40 രൂപ വില. ഇതാ ഈ വെറൈറ്റീസ് ഇത് പുതിയ വെറൈറ്റി ആണ്, നൈറ്റ് ക്യൂ എന്ന് പറയുന്ന വെറൈറ്റി ആണ്. അത് ശരി. കായ്ച്ചോ? ഇവിടെ കായ്ച്ചോ? അത് നമ്മൾ കായ്ക്കുന്ന വെറൈറ്റി ആണ്. അത് 150 റുപ്യ വരിക. പിന്നെ അതൊക്കെ 40 റുപ്യ മൊറാക്കന്. പിന്നെ ഇത് ലെമൺ ഓറഞ്ച്, ഇത് 150 റുപ്യ വരിക. ലെമൺ ഓറഞ്ച് ഒരു 2 എണ്ണം 1 കിലോ വരുന്ന. ശരി ശരി. ഇനി ഇവിടെ ബിഗ് അനാറ്. ഇത് മാതളം നമ്മളെ നാട്ടിൽ അധികം കണ്ടിട്ടുണ്ടാവില്ല. ബിഗ് അനാർ എന്ന് പറഞ്ഞാൽ നല്ല സൈസ് വരുന്ന അനാറുണ്ടോ. ഇത് കൽക്കത്തയിലെ ഒരു പ്രത്യേക സംഭവമാണത്. 150 രൂപ ഉള്ളത്. ഇത്രയും വലിപ്പമുള്ള ഈ ചെടി. പിന്നെ കൽക്കട്ട പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. കവർ മാറ്റണം. പിന്നെ ഈ അനാർക്ക് മഴയുള്ള സമയത്ത് ഇല കൊഴിയിലെ സ്വാഭാവികമാണ്. മഴ പാടില്ല അധികം അല്ലേ. പിന്നെ നമുക്ക് നിലത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ അധികം നീർവാഴ്ച ഇല്ലാത്ത സ്ഥലത്ത് വെക്കണം. ഇത് ഫംഗസ് വന്നിട്ടൊക്കെ ഉണങ്ങി പോകും. അങ്ങനെ കുറച്ച് കാലം മഴ ശ്രദ്ധിക്കണം അല്ലേ. അത് ശ്രദ്ധിക്കണം. ഇത് സൂപ്പർ ഭഗവ, അതായത് നല്ല ഉള്ളിൽ നല്ല റെഡുള്ള വലിപ്പുള്ള മാതളം. ലീഫ് 2 ലീഫ് വ്യത്യാസം ഉണ്ടാവും. സൂപ്പർ ഭഗവ ഇത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറെന്റ് ഉണ്ടാവും. ഇല നോക്കുമ്പോൾ ഇതെങ്ങനെ റേറ്റ്? ഇത് നമ്മൾ കവർ മാറ്റാത്തത് കൊണ്ട് നമുക്ക് 120 കേട്ടോ. കവർ മാറ്റി നമ്മൾ 150. ഓക്കെ. പിന്നെ കൊറിയർ ആണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജും കൂടെ ഒക്കെ എക്സ്ട്രാ വരും കേട്ടോ. പിന്നെ മംഗോസ്റ്റിൻ്റെ ഒരുവിധം നല്ല വലിപ്പമുള്ള തൈയുണ്ട്. ഇതേതാ മാവിയിരിക്കുന്നത്? ഇത് ബനാന മംഗോ ആണല്ലേ. പഴയ സ്റ്റോക്കിൽ വന്നാണ്. കവർ മാറ്റിയതാണ് അത്. പിന്നെ ഇവിടെ ഒരു പുതിയ സാധനം ഉണ്ട്. നമ്മൾ ബെയർ ആപ്പിളിലുള്ള വെറൈറ്റീസ് ആണ്. ഇതിൽ നൂറാനി എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. അത് 2 എണ്ണം എടുത്തത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വലിപ്പം, ഏകദേശം 200 ഗ്രാം തൂക്കം വരും എന്ന് പറയുന്നത്. ആപ്പിൾ സൈസ് വരുന്ന. പിന്നെ ചെറിയൊരു റെഡ് ഇങ്ങനെ പൂശിയമാരുണ്ടാവും. നമ്മുടെ നാട്ടിൽ എന്തായാലും കായ്ക്കും എന്നാണ് പുള്ളി പറയുന്നത്. ഇതൊക്കെ നിസ്സാരമല്ല. 50 രൂപ ഉള്ളൂ. പിന്നെ ഈ ഗ്രീൻ ബെയർ ആപ്പിൾ ഉണ്ട്. മിസ് ഇന്ത്യൻ ഉണ്ടോ? ഇതില്ലേ ഗ്രീനാണത്? ഗ്രീനാണോ? ഗ്രീനാ. മിസ് ഇന്ത്യൻ ഉണ്ടോ നിങ്ങളടുത്ത്? ഇല്ല. ഗ്രീനും ഈ നൂറാനിയാണുള്ളത് അല്ലേ. ഓക്കെ. പിന്നെ നെല്ലിണ്ട്. നെല്ലി ഇത് റെഡ് ആണോ? റെഡ് നെല്ലി കുറച്ച് വലിപ്പമുള്ളത്. എന്ത് വില ഉണ്ട്? ഇത് നമ്മളിപ്പോ 150 കവർ മാറ്റിയത്. 150 രൂപ അല്ലേ. കവർ മാറ്റിയത്. പിന്നെ വിയറ്റ്നാം മാൾട്ട 150 വേറുണ്ട്. ഇതൊക്കെ 150 രൂപ. വിയറ്റ്നാം മാൾട്ട ഇതൊക്കെ കവർ മാറ്റിയതാണ്. പിന്നെ ഇത് ബ്ലഡ് ഓറഞ്ച് ചെറിയ തൈ 100 രൂപന്റെ. ബ്ലഡ് ഓറഞ്ച് ഇപ്പൊ കണ്ടല്ലേ. കവർ മാറ്റിയതാണ്. 100 രൂപ ചെറിയ വിലക്ക്. ഇതൊക്കെ ബെയറാപ്പിളിന്റെ കുറച്ച് വലുത്. ഇനി ഇത് ഇവിടെ റെഡ് ഡയമണ്ട് പേര കവർ മാറ്റിയിട്ട് ഇവിടെ വന്ന് ഇലകളൊക്കെ വന്നു കേട്ടോ. 150 രൂപ. റെഡ് ഡയമണ്ട് ഇഷ്ടംപോലെ തൈകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കിലോ പേര. ഇത് കിലോ പേര്. ഇതൊക്കെ ഇപ്പോൾ വന്നാണ്. ഇതൊക്കെ എന്താ വില? 150 രൂപ. നല്ല വലിയതായിട്ടോ. 4 അടി ഉണ്ട്. പിന്നെ VNR ഉണ്ട്, കാജാപ്പേര ഉണ്ട്, തായ്പിങ്ക് ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഹൈറ്റ് ഉണ്ടോ. നല്ല തൈകൾ. കായ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ കവർ മാറ്റി അടുത്ത കായ വരും. അതുപോലെ റെഡ് ഡയമണ്ട് പേരട വൈറ്റ് ഡയമണ്ട്. റെഡിന്റെ വൈറ്റ് ആണല്ലോ. വൈറ്റ് ഡയമണ്ട് എന്ത് വില ഉണ്ട് ഇവിടെ? വൈറ്റ് ഡയമണ്ട് 150 രൂപ. ഈ സൈസ് കവർ മാറ്റാതെ നമ്മൾ. വൈറ്റ് ഡയമണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാവൂലേ? നല്ല കായ പിടിക്കണം. റെഡിനാട്ടിൽ കൂടുതൽ കായ പിടിക്കുന്ന വൈറ്റ് ആണ്. കുരു ഉണ്ടാവില്ല എന്നോണല്ലേ. കുരു ഉണ്ടാവില്ല. സീഡ് വളരെ കുറവായി. 1-2 ഉണ്ടാവുള്ളൂ. റെഡ് ഡയമണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ കുറെ ആയി തോന്നല്ലേ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് ഏത് വൈറ്റ് ഞാവലോ? ഇത് വൈറ്റ് ഞാവല്. ഇത് 100 രൂപ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ബ്ലാക്ക് പേര. നിങ്ങളതിൽ മലേഷ്യൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ പേരുണ്ടോ? ഇല്ല. ഇത് സാധാ നോർമൽ വയലറ്റ് ആണ്. ഇനി ഇതേ ഇവിടുന്ന് കുറെ. ഇത് പിന്നെ അബിയു ഉണ്ട് കേട്ടോ. അബിയുവിന്റെ വലിയതായി. ഇത് ജയന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഇത് എത്ര വില? 350 രൂപ അല്ല. പിന്നെ ഇവിടുന്ന് കുറേ മാവിൻ്റെ പ്രാവശ്യം വന്ന കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ നാംഡോക്യുമായി ഉണ്ട്, മിയാസാക്കി ഉണ്ട്, കൊളമ്പ്, കാലാപ്പാടി കുറേ ഉണ്ട് കേട്ടോ. പുതിയ ടൈപ്പ് പേര് തായ് 8. എന്താ ഇതിന്റെ പ്രത്യേകത? അതെ. വലിപ്പം വരുമോ? തായ് 8 കേട്ടോ. ഇത് പുതിയ പേരാണ്. നമ്മളെ നാട്ടിൽ നല്ലോണം ഉണ്ടാവും. ഇവിടെ മുട്ടുണ്ട് കേട്ടോ. മുട്ടിട്ട തൈക്കളുണ്ട്. കായുള്ള തൈക്കളുണ്ട് അല്ലേ. ഇനി നമുക്ക് മാവിന്റെ സെക്ഷൻ നോക്കാം. ഇത് ഏതൊക്കെയാണത്?
R22 ആണത്. R22ൻ്റെ ഏകദേശം ഒരു 4.5 അടി ഹൈറ്റുള്ള തൈകളാണ്. 350 രൂപ ഉള്ളതിന്. നേഴ്സറിക്കാർക്കാണെങ്കിൽ ഇനി വില കുറയും. മിയാസാക്കിയുടെ ഒറിജിനൽ നിങ്ങൾ മദർ പ്ലാന്റ് കണ്ടെടുത്ത തൈകളാണ്. 450 രൂപ, ഏകദേശം ഒരു 5.5 അടി 6 അടി 6 അടി ഹൈറ്റ് ഉണ്ട് ഈ തൈക്ക്. പിന്നെ ഇത് മിയാസാക്കിക്ക് എത്ര നാളുകൊണ്ട് കഴിക്കൂടാ? ഇത് 2 വർഷം. 2 കൊല്ലം. ഈ പാൻ 2 വർഷം കൊണ്ട് കഴിക്കും. പിന്നെ ബനാന വില കുറച്ച് കൊടുക്കാൻ പറ്റും. ബനാന നോർമൽ ബനാന വാങ്ങും. ഇത് 200 രൂപ കൊടുക്കാം. 200 രൂപ ഈ തൈക്ക്. നല്ല തൈകളാണ്. പിന്നെ മിയാസാക്കി ചെറിയ വിലക്ക് കൊടുക്കുന്നത്. ഇതാ മിയാസാക്കി. മിയാസാക്കിയുടെ ചെറിയ തൈക്കളുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 അടി ഹൈറ്റുള്ള തൈക്കളാണ്. ഇതൊക്കെ എങ്ങനെ വില? ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 150 രൂപ മിയാസാക്കിയുടെ ചെറിയ തൈകൾ. ഇങ്ങനെ കൊടുക്കാം. മാവാ കുളമ്പാണ്. കാട്ടിമൂൺ. ഓൾ സീസൺ കാട്ടിമൂൺ. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും കാട്ടിമൂൺ എന്താ വില അവിടെ? ഇത് 350 രൂപ. ഒരു 5 അടി ഇതേ പൂവുണ്ടല്ലോ. പൂവുണ്ട്. ഇതിന് വില കുറവുള്ളതുണ്ട്. അപ്പോൾ അത് അടുത്ത 150 ഉണ്ട്. ഇതാ ഇത് ഹണി ഡ്യൂ. കൽക്കട്ടയിൽ നിന്ന് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു മാവാണ് ഹണി ഡ്യൂ എന്ന് പറയുന്നത്. നല്ല മധുരമാണ്, പേര് പോലെ തന്നെ. നല്ല പൊക്കുള്ള പ്ലാന്റ്. അത് 700 രൂപ. കടവണ്ണം കണ്ട നല്ല വണ്ണുള്ള പ്ലാന്റ് ആണ്. നാംഡോക്കുമായി പർപ്പിള് 700 രൂപ കേട്ടോ. ഇത് നാംഡോക്ക്. ഇത് ഗോൾഡ് ആണത്. നാംഡോക്കുമായി ജംബോ റെഡ്. ഇത് ജംബോ റെഡ് കേട്ടോ. ഇതിൽ നാംഡോക്കി ഉണ്ടല്ലോ ഇവിടെ. ഇതാണോ നാംഡോക്കുമായി ഗോൾഡ്? അല്ല, ഇത് ഗോൾഡ് അല്ല. ഇത് റെഡ് ഐവറി. ആ നീളത്തിലുള്ള വലിയ മാവ് അല്ലേ? ഇതെങ്ങനെ വില? ഇത് 250 രൂപ. ഇതിങ്ങനെ കൊടുക്കണോ? ഇത് പിന്നെ ഇതിപ്പം നാംഡോക്കുമൈൻ്റെ ഓക്കെ. ഇത് ഗോൾഡോ? ഗോൾഡ് 250 രൂപ. 250 രൂപ ഉള്ളൂ ഈ നാംഡോക്കുമായി ഗോൾഡ്. ഇത് ഇത്ര വലിപ്പുള്ള തൈ, ഏകദേശം ഒരു 5.5 അടി ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇത് തന്നെ 450. ഏതാ മാവ്? നാംഡോക്കുമായി ഗോൾഡ്. നാംഡോക്കുമായി ഗോൾഡ്. ഇതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പുള്ള അല്ലേ? 450 രൂപ. ഇന്നും ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവരെങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇവിടെ. ജംബോ റെഡ് നല്ല വലിയ തൈ, കട സൈസുള്ള നല്ല തൈകൾ. R22 ജംബോ റെഡ്. അതുണ്ടാ എൻ്റെ കടവണ്ണം കണ്ട. ഇതൊക്കെ 700 രൂപ. 700 രൂപ ഉള്ള ഈ തൈകള്. നല്ല സൈസ്. ഇതിപ്പോൾ 1 10 നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരും. ഇതൊക്കെ കവർ മാറ്റി അല്ലേ? 250 രൂപ. ഇത് ഗോൾഡ്. ഗോൾഡ്. ഓക്കെ. ഇനി ഇതേ ഇവിടെ കുറേ ഓറഞ്ചിൻ്റെ കുറേ സെക്ഷൻ ഉണ്ട് കേട്ടോ. അതിന് മുമ്പ് ഇവിടെ നമുക്ക് ഒരു ബനാന സപ്പോർട്ട് ഉണ്ട്. 150 രൂപ. കാലാപ്പാടി. ഇതൊരു പ്രത്യേകതരം സപ്പോർട്ടാണ്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. സിൽവർ സ്റ്റോൺ ചിക്കു. അതായത് നല്ല റെഡ് കളർ, നമ്മളെ കാരക്കര മാതിരി കുറച്ചുകൂടെ വലിപ്പമുള്ള സംഭവം. 150 രൂപ ഉള്ളൂ. ഇത് എത്ര കൊല്ലം കൊണ്ട് കായ്ക്കുന്നത്? ഉറപ്പല്ലേ കായ്ക്കുന്നു? നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ചിക്കുവാണത്. പിന്നെ അവിടെയൊക്കെ നമ്മൾ നേരത്തെ പഴയ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്, കവർ മാറ്റിയത്. നാംഡോക്കുമായി. അങ്ങനത്തെ വെറൈറ്റികൾ. ഇനി ഇവിടെ പാകിസ്ഥാൻ മാൾട്ട ഏകദേശം 2.5 അടി 3 അടി ഹൈറ്റ് ഉള്ളത്. ഇതൊക്കെ എന്ത് വില ഉണ്ട്? 200 രൂപ. ഇത് ഈ കാഴ്ച വെക്കുന്നത് ഭാര്യവണ്ണ. ഇത് ജംബോ മാൾട്ട. ജംബോ മാൾട്ട അല്ലേ? 450 രൂപേന്റെ പുതിയ വെറൈറ്റി. അത് ഏകദേശം ഒരു 3.5 അടി 4 അടി ഉണ്ട് ജംബോ മാൾട്ട. ഇതൊക്കെ 250 രൂപ. ഇത് വിയറ്റ്നാം മാൾട്ട അല്ലേ? ഇതിപ്പോ ഈ കായ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് കായ്ക്കും, ഉറപ്പല്ലേ? ഭാര്യവൺ മാൾട്ടയുടെ കാഴ്ച തൈക്കളുടെ എല്ലാത്തും നല്ല കടവണ്ണുള്ള തൈക്കളാണ്. 800 രൂപ അല്ലേ? ഇതിപ്പോൾ നിങ്ങൾ എവിടെ വേണമെങ്കിലും എത്തിച്ചേരും കേട്ടോ. ഈ സാധനം അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ ഉണ്ട്. എവിടെ വേണമെങ്കിലും എത്തിച്ചേരും. 800 രൂപ ഉള്ളൂ തൈക്കളത്. ഇത് വില കുറവ്. ഇത് ഏതത്? വിയറ്റ്നാം മാൾട്ട അല്ലേ? ഒരുവിധം ഇത് ഉണ്ടോ? ഇതുമൊക്കെ കായുണ്ട് കേട്ടോ. ഭാര്യവൺ മാൾട്ട, വിയറ്റ്നാം മാൾട്ട. അത് മാത്രമല്ല, പലർക്കും സംശയം ഉണ്ടാവും ഇപ്പോൾ ഇത് കായ്ച്ചു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ കായ്ക്കും എന്നുള്ളത്. ഇത് നമ്മളെ നാട്ടിൽ ഇത് കഴിഞ്ഞാലും കായ്ക്കും കേട്ടോ. ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. നല്ല വെയിലുള്ള സ്ഥലത്ത് നോക്കി വെക്കണം. നല്ല വെയിൽ വേണം. പിന്നെ എന്തെങ്കിലും വളങ്ങൾ പ്രത്യേകം ഉണ്ടാവും. 19 രാസവളങ്ങൾ കുറച്ച് കൊടുത്താൽ മതി. പിന്നെ രാസവളം ഉപയോഗിക്കാതെ സ്ലൈഡ് ഐറ്റംസ് കുറച്ച് അധികം ഉപയോഗിക്കരുത്. ഒരു മാസത്തിൽ ഒരു ഒട്ടകം അടിച്ചെടുക്കും. ഈ മറ്റേ ഫ്രൂട്ട്സിന്റെ ഒക്കെ സ്ലൈഡ്.
സ്റ്റാർ ഫ്രൂട്ടിന്റെ മദറുള്ള B70 ഹോം ഗ്രൗണ്ട് വെറൈറ്റി ആണ്. ഹോം ഗ്രൗണ്ട് ഉള്ളത്. ഇതിപ്പോ ഈ കാഴ്ച പ്ലാന്റ് എങ്ങനെ റേറ്റ്? 500 രൂപ അല്ലേ? ഇത് നിലത്ത് വെക്കണമെന്നില്ല, നമുക്ക് അധിക സ്ഥലമല്ല എടുത്ത് വെക്കണ്ടത്, ഒരു ചട്ടിയിൽ ഇടമിലൊക്കെ വെച്ചാൽ മതി. സ്ഥലം മുടക്കിയിട്ടുള്ള ഇത് ചെയ്യണ്ട. അത്ര വലിയൊരു ഫ്രൂട്ട് ഒന്നും പറയാൻ പറ്റില്ല. അത് മധുരം ഉണ്ടാവും, നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച്. ഹോം ഗ്രൗണ്ട് ആയാലും എത്ര വില? അല്ലെങ്കിൽ ഈ സ്റ്റാർ ഫ്രൂട്ട് എത്ര വലിയ വില ഇല്ലാത്ത ചെടിയാണ് ഇത് B70 ആണ്. മറ്റേതൊക്കെ നമുക്ക് വില കുറവാണ്, 200, 150, 250 ഒക്കെ ഉള്ള കാഴ്ച. ഇത് വലിയ സപ്പോർട്ടാ, ഏകദേശം ഒരു 10 അടിയൊക്കെയുള്ള സപ്പോർട്ടാണത്. കാലാപാടി ഉണ്ട്, ബനാന സപ്പോർട്ട് ഉണ്ട്. എന്താ വില വരുന്നത്? 650 രൂപ. കാഴ്ച സപ്പോർട്ടുണ്ട്, വെറും 650 രൂപ ഉള്ളൂ. 10 അടി, ഏകദേശം 10 അടി മേലെ ഹൈറ്റ് ഉണ്ട് ഈ ചെടി. ഇത് 450 രൂപ. ഇതിൽ ബനാന സപ്പോർട്ട് ഉണ്ട്, കാലാപാടി ഉണ്ട് കേട്ടോ. വലിയ തൈക്കൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് ഉള്ളത്. അതുപോലെ ഇത് കൊടംപുളി ഉണ്ട് ഇവിടെ. കൊടംപുളി ക്രാഫ്റ്റഡ് ആയിരിക്കും അല്ലേ? അതൊക്കെ കാഴ്ച ഉണ്ടല്ലോ. പിന്നെ ചാമ്പകളാണെങ്കിൽ ഡൽഹാരി, ബാലി, ഉമ്മർ എല്ലാ ചാമ്പയുണ്ട്. പിന്നെ പേരകൾ കുറേ വെറൈറ്റി, അകത്ത് കണ്ട പേരകൾ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്ന പേര്. ഇത് റംബൂട്ടാൻ്റെ വലിയ തൈ കേട്ടോ. റംബൂട്ടാൻ N19 900 രൂപ. N19 ആണോ? N19 മിൽക്ക് ഫ്രൂട്ട് ഉണ്ട്, അബിയുണ്ട്. പിന്നെ മാവുകളെ കുറേ വെറൈറ്റീസ് ഉണ്ട്, നമ്മളിവിടെ അധികം കാണാത്ത വെറൈറ്റീസ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ അങ്ങ് എടുത്തില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് പോകണമെങ്കിൽ പ്ലാവ് ഇത് ഏതത്? ഈ പ്ലാവ് വിയറ്റ്നാം സൂപ്പർ എല്ലിൻ്റെ വലുത് 700 രൂപ അല്ലേ? പിന്നെ നെല്ലി, പിന്നെ സ്വീറ്റ് ലൂബി ഒറിജിനൽ, അത് ഐശ്വര്യ. ആ ചെറിയത് ചെറുതല്ല, വലുത്. ഐശ്വര്യ സ്വീറ്റ്. ഇതിന് 350 വേറെ ഉണ്ട്. കുറെയൊക്കെ ഇവര് എന്നെ ബഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. മുഴുവൻ കൽക്കട്ട പ്ലാന്റ് അല്ല. ഇതാ ഇത് ഏതത്? വിയറ്റ്നാം സൂപ്പർ എൽ. ഇത് എവിടെയൊക്കെ ഉണ്ട്? ഇതൊക്കെ വിയറ്റ്നാം സൂപ്പർ എല്ലാണ്. J33. J33 ഉണ്ടല്ലേ? ഇതൊക്കെ എത്ര കൊല്ലം കൊണ്ട് കായ്ക്കുന്നത്? ഇത് 3ാമത്തെ വർഷം. J33 നമുക്കൊരു മേൽ സൈസ് വെക്കുന്നില്ല. എത്ര വലിയ തൈ വെച്ചാലും 3 വർഷം കൊണ്ട് ചക്ക ഉണ്ടാവുള്ളൂ. ഓ ശരി. അതുപോലെ തന്നെ വെരിഗേറ്റഡ് പേര, ഇതൊക്കെ ആവശ്യമുള്ളത് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം നിങ്ങൾ അവിടെ എത്തിച്ചു തരും പുള്ളി. ഇവിടെ ഒരു ഇത് ചൈനീസ് ഓറഞ്ച് അല്ല? അത് അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഒരു ഭംഗിക്ക് വേണ്ടി വെക്കണമല്ലേ? വെക്കണമെന്നില്ല, നല്ലത് മാത്രം നമ്മൾ പറയുന്നത് നല്ല സത്യം പറഞ്ഞു കൊടുക്കുക. ശരി. നമ്മൾ ഒപ്പിച്ച് കൊടുക്കുന്ന പരിപാടി. അപ്പോൾ നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞേ. എൻ്റെ നമ്പർ 9037 53 26 01. വാട്സപ്പ് തന്നെയാണ്? വാട്സപ്പ് തന്നെ. ഇപ്പോൾ വാട്സപ്പ് അനുസരിച്ചതിന് മുമ്പ് എനിക്ക് വേറെ ഒരു ഇപ്പോൾ നോക്കാൻ സമയം കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടാണ്. അപ്പോൾ ആൾ കറക്റ്റ് ഇപ്പോൾ റിപ്ലൈ തരും. ഇതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. വാട്സപ്പ് റിപ്ലൈ ഒക്കെപ്പാട് മാനേജ് ചെയ്യാൻ. ഇനിയിപ്പോൾ ഫോൺ കറക്റ്റ്. അപ്പോൾ ഇത് ഈ ലോഡ് എല്ലാ മാസം വരിക? എല്ലാ മാസത്തിലും 2-3 വട്ടം ലോഡ്. 2-3 വട്ടം? 3 ലോഡാ മാസം. 3 ലോഡാണ് കൽക്കട്ടയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി രാത്രിയായാലും മറുപടി വരും കേട്ടോ. ഇപ്പോൾ ഒരുവിധം നമുക്കിവിടെ കേരളത്തിൽ കിട്ടാവുന്ന ഒരുവിധം കണ്ട അതിൻ്റെ അകത്ത് എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി വന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നേരെ അയച്ചു തരും. ഇനി നമ്മൾ ആ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഓഫറുള്ള തൈക്കളൊന്ന് കാണിച്ചത് പുറത്താ. ഇവിടെ പോകുമ്പോൾ കുറച്ച് ഇതുണ്ട് കേട്ടോ, ഗാർഡൻ ചെടികളൊക്കെ ഉണ്ട്. ലാൻഡ്സ്കേപ്പിൻ്റെ എല്ലാ ചെടികളും ഉണ്ട് ഇവിടെ. ചെമ്പകം, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇവർ ഓഫറിൽ കൊടുക്കുന്ന തൈക്കൾ ഇടാം. നാംഡോക്കുമായിയുടെ കാഴ്ച പ്ലാന്റ്. ഇത് ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന തൈയാണ്. അതെ, തൈ ഇവിടെ നിന്ന് വാങ്ങിച്ചില്ലെങ്കിലും ഈ ഒരു തൈ നാംഡോക്കും. ഇത് ഏതാ ഗോൾഡാ? പർപ്പിള്. നാംഡോക്കുമായിയുടെ ഏകദേശം ഒരു 10 അടി മേലുള്ള തൈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പുള്ളി പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. കമൻറ്റ് അറിയിച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഞാൻ പുള്ളിക്കിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതനുസരിച്ച് പുള്ളി നിങ്ങൾക്ക് തൈകൾ ഇവിടെ വന്നിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇത് ഇഷ്ടംപോലെ തൈകളുണ്ട് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കും കൊടുക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേതാ തൈ? ഏതിൻ്റെ? അമർപ്പാളി ഫ്രീ ആയിട്ട് കൊടുക്കാം അല്ലേ? അമർപ്പാളി ഫ്രീ ആയിട്ട് കിട്ടും, നാംഡോക്കുമായി ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ വേറെ ഏതാണ്? ലെമൺ വെറൈറ്റീസ് കണ്ട ഇഷ്ടംപോലെ ഉണ്ട് തൈക്കൾ ഇവിടെ. വിയറ്റ്നാം മാൾട്ട, അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പുള്ളി പറയണത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് തൈ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക. കമൻറ്റ് ആണ് നമ്മൾ നോക്കുക, കമൻറ്റ് അനുസരിച്ചാണ് എനിക്ക് കിട്ടുമെന്ന്.
അപ്പോൾ ഞാൻ കമൻറ്റ് അനുസരിച്ച് പുള്ളിക്ക് ഫോർവേഡ് ചെയ്യും, പുള്ളി അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആവശ്യക്കാർ അതെ കൊടുക്കണ വീഡിയോ കൂടെ നമുക്ക് എടുക്കട്ടെ. അപ്പോൾ ഇനി കൊടുത്തില്ല എന്ന് ആരും പറയണ്ട. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയ തൈകളാണ്. ഇതെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളി 3 ലോഡ് ഒരു മാസം വരുന്നുണ്ട്, ഇഷ്ടംപോലെ പ്ലാൻസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഓഫറാണ് ഇവിടെ കസ്റ്റമേഴ്സിന് പുള്ളി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരീഫേ താങ്ക് യു. അതേ വീണം താങ്ക് യു. ഓക്കെ ബൈ.